ഇന്നലത്തെ എപ്പിസോഡിൽ ഈ അക്ബറും ലക്ഷ്മിയുമായിട്ട് നടന്ന വഴക്കിനിടയ്ക്ക് ലക്ഷ്മി ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പോലും ഇവളുമാരെ കൊണ്ട് പറ്റത്തില്ല, നിന്റെ ഒന്നും വീട്ടിൽ പോലും ഇവളുമാരെ കയറ്റത്തില്ല എന്നുള്ളത്. അത്തരത്തിലുള്ള ആൾക്കാരുടെ സപ്പോർട്ടും വാങ്ങി ഇവിടെ നിൽക്കാനും മാത്രം ഉളുപ്പില്ലായ്മ എനിക്കില്ല എന്നുള്ളതാണ് ലക്ഷ്മി പറഞ്ഞത്. ഈ ലക്ഷ്മീനെ പറ്റി പറയാനാണെങ്കിൽ ഈ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത സംസാരമാണ്. മാത്രമല്ല എല്ലാ കാര്യത്തിലും ഡബിൾ സ്റ്റാൻഡും. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുള്ള ഈ നിപ്പും നടപ്പും ഇരിപ്പും സംസാരവും ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്തോ വലിയൊരു സംഭവമാണെന്ന്. ഒരു തേങ്ങയില്ല. എല്ലാ കാര്യത്തിലും എല്ലാവരെയും പോയിട്ട് ഉപദേശിക്കുക എന്നുള്ളതാണ് മെയിൻ. തുടക്കത്തിൽ ജിഷിൻ്റെ അടുത്ത് അനീഷിൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞ അതേ ലക്ഷ്മി തന്നെ ജിഷിൻ്റെ പേഴ്സണൽ കാര്യം എടുത്തിട്ട് ജിഷിനുമായിട്ട് വഴക്കുണ്ടാക്കി. ഇപ്പോൾ ഈ വിഷയത്തിൽ അക്ബറിനോട് വളരെ മാന്യമായിട്ട് സംസാരിക്കണം, മോശമായിട്ട് സംസാരിക്കരുതെന്ന് പറഞ്ഞ അതേ ലക്ഷ്മി തന്നെ ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ ഇത്തരത്തിൽ വളരെ മോശമായിട്ട് സംസാരിച്ചു. ജിസേലിൻ്റെ ആര്യൻ്റെയും വിഷയത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ലക്ഷ്മി വീക്കെൻഡ് എപ്പിസോഡിൽ ആ പ്ലേറ്റ് നേരെ തിരിച്ചു വെച്ചു. അങ്ങനെ എല്ലാ കാര്യത്തിലും തുടക്കം തൊട്ടേ ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്ന, ഒരു നിലപാടും ഇല്ലാത്ത വെറുതെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്ന ഒരാളാണ് ലക്ഷ്മി. ഏതായാലും ഇത്തരത്തിൽ സംസാരിച്ചതിന് വീക്കെൻഡ് എപ്പിസോഡിൽ എന്തായാലും ലക്ഷ്മിക്കെതിരെ ചോദ്യം വരും. ആ സമയത്ത് ഇത് ഏത് രീതിയിൽ വളച്ചൊടിക്കുമെന്നുള്ളത് അപ്പം അറിയാം.